മോനെ 2 മിനിറ്റേ. വരൂ റോയ്. അല്ല വക്കീൽ സാറേ, വലിയ കുടുംബക്കാരും പണക്കാരും ഒക്കെ വേണ്ടി വന്ന ഈ പാവപ്പെട്ടവന് വേണ്ടിയും കാത്തു നിൽക്കും അല്ലേ? വാ വാ. ഗതി കെട്ടാ പുലി പുല്ലും തിന്നും. അത്ര ഗതികളൊന്നുമില്ല, നല്ല മനസ്സുണ്ടെങ്കിൽ ഒപ്പിട്ടാ മതി എന്ന് പറ വക്കീൽ സാറേ. അയ്യോ, നമ്മളൊക്കെ ചീത്ത മനസ്സുള്ളവരാ. അകവും ചീത്തയാ പുറവും ചീത്തയാ. ഇതാ കണ്ടില്ലേ, കരിയും ഓയിലും. പുറത്ത് വെളുപ്പും അകത്ത് കരി പോലത്തെ വിഷമുള്ളവരുണ്ട്. വാക്കൊന്ന് പ്രവൃത്തി വേറെ. എന്റെ പൊന്നു റോയ്, ഒന്നും മിണ്ടാതിരിക്കാമോ? ആ ഒപ്പിടാൻ ആളെത്തി. വരൂ. തിരുമുറ്റത്ത് കൊച്ചുതോമ്മൻ മകൻ റോയ്. ആ റോയ്. തിരുമുറ്റമാണോ മകനാണോ എന്ന് ചോദിച്ചാ മകനായിരുന്നു. എവിടെയാ? ഇവിടെ. അഡ്രസ്സിൽ തെറ്റുണ്ടല്ലോ. ഇപ്പൊ തിരുമുറ്റത്ത് വീടല്ല എന്റെ. അകലൂർ കല്ലുതൊടിയിൽ നിന്നാ വിലാസം. അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. താമസം തുടങ്ങിയിട്ടില്ല. ഭാവന എന്ന് പേരിടാനാ പ്ലാൻ. തറവാട്ട് പേര് വെക്കണോണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല. പക്ഷെ അതെല്ലാരും അംഗീകരിക്കുവോ ആവോ? ഞാൻ തൽക്കാലം ഷീലയുടെ വീട്ടിലേക്ക് മാറുകയാണ്. പിന്നീട് സൗകര്യമായിട്ടൊരു വാടക വീട് കിട്ടിയിട്ട്. അപ്പൊ ഭാര്യ വീട്ടിലേക്കാണ്. കൊള്ള. വേറെ ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ടാ. പിന്നെ ഞാൻ അമ്മച്ചിയോട് വിവരമൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അറിഞ്ഞോ ഇവര് പുതിയ വീട്ടിലേക്ക് താമസം മാറുവാണെന്ന്? വീടിന്റെ പണിയൊട്ട് കഴിഞ്ഞിട്ടുമില്ല. ഒരു അച്ഛനെ വിളിച്ച് വെഞ്ചരിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പൊ അവർക്ക് അങ്ങനെ തോന്നിയ എന്താ ചെയ്യാ? പോട്ടെ. ഒരു രാത്രി കൊണ്ട് ഇങ്ങനെ തീരുമാനിക്കാൻ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായേ? പ്രശ്നം എന്താ? ഓരോരുത്തരും ഇഷ്ടമല്ലേ അതൊക്കെ. എന്നാ ഇതും കൊണ്ടുപോയി. എടപ്പോളെ, നീ ലിസിയുടെ കല്യാണം കഴിഞ്ഞ് പോയാ മതിയുടെ. താമസം എവിടെ ആണെങ്കിൽ അവര് കല്യാണത്തിനുണ്ടാവുമല്ലോ. ലിസി എവിടെ? ലിസി